തിരിച്ച് ഇത് ഏകദേശം 2.5 കൊല്ലമായിട്ട് നിർത്തിയിട്ട വണ്ടിയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഡ്രോപ്പ് ടെക്കിൻ്റെ മൾട്ടി ചെയിൻ റിമൂവറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം റിസൾട്ട് എങ്ങനെ ഉണ്ടാവുന്നത്. ഇപ്പോൾ 2.5 കൊല്ലമായി ഉപയോഗിക്കാണ്ട് വർക്ക്ഷോപ്പിലിട്ടതാണ്. ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. ഒരാളൊന്ന് വെയിറ്റ് ചെയ്യൂ, അതിൻ്റെ റിസൾട്ട് കാണാം. ഇത് അപ്ലൈ ചെയ്തൊരു 10 സെക്കൻഡ് നേരം നിങ്ങൾ കാത്തു വെക്കണം. ഇതൊന്ന് സോക്കാവാൻ വേണ്ടി നമ്മളെ ചളിയും കാര്യങ്ങളൊക്കെ. എന്നിട്ടൊരു സ്പോഞ്ച് സ്ക്രബ് വെച്ചിട്ട് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പെയിന്റിനും ഡാമേജ് ചെയ്യില്ല, കാരണം മൊത്തം ഹാർഷായിട്ടുള്ള കറകളും കാര്യങ്ങളാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഏകദേശം 2.5 വർഷം നിർത്തിയിട്ട വണ്ടിയാണ്. അതിൻ്റെ ഗ്ലാസ് നമുക്ക് നോക്കാം. അങ്ങനെ ജനലിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ക്ലീൻ ചെയ്യാൻ വേണ്ടി. വാട്ടർലെസ് ക്ലീനിങ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല പോവാത്ത കറിയാണെങ്കിൽ സ്പോഞ്ച് സ്ക്രബ് വെച്ച് യൂസ് ചെയ്താൽ മതി. നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഇപ്പോൾ കാണാം. ഏകദേശം സ്ക്രബിങ് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇതിനുള്ളിലുണ്ടായിരുന്ന പായലൊക്കെ ശ്രദ്ധിച്ച് ക്ലീനായിട്ട് കാണാം. ഇനി തുടച്ചെടുക്കുകയാണ്. ജസ്റ്റ് നല്ലൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുത്തത് നിങ്ങൾക്ക് റിസൾട്ട് കാണാം. എത്രമാത്രം വ്യത്യാസം നിങ്ങൾക്ക് വീഡിയോൻ്റെ അത് കൂടെ മനസ്സിലാവുന്നുണ്ടാവും. ഇത് 2.5 വർഷമായിട്ട് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യാതെ മഴയത്തും വെയിലത്തും കിടന്ന വണ്ടിയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് എന്ന രീതിയിൽ കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങൾ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അത് റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ്. വണ്ടീൻ്റെ മുകളിലുള്ള എന്ത് കറിയും കാര്യങ്ങളും ഇളകി പോവും. അതേപോലെ തന്നെ നമുക്ക് കാണാം ഗ്ലാസിൻ്റെ വ്യത്യാസം. ഈ സൈഡ് ഇങ്ങനെയാണ് നമ്മൾ ഡ്രോപ്പ് ടെക്ക് യൂസ് ചെയ്ത് തുടച്ച സാധനങ്ങൾ. ഇത് കഴിഞ്ഞ ശേഷം ഒരു റൗണ്ടും കൂടെ ഒന്ന് ഡീപ്പായിട്ടുള്ള സ്റ്റെയിനിൻ്റെ റൗണ്ടും കൂടെ അടിച്ച് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിനിഷിങ് കിട്ടും. ബാക്കിയുള്ള റിമൈനിങ് ആയിട്ടുള്ള കറകളെ അത് പോവും. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന്. ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കുറച്ച് കാലം നിർത്തിയിട്ടുകൊണ്ടാണ് നമ്മൾ രണ്ടാമതൊന്ന് അപ്ലൈ ചെയ്യുന്നത്, ഒന്ന് ഡീറ്റെയിൽ ആയി വൃത്തിയാവാൻ വേണ്ടി. ജസ്റ്റ് ഒന്നുകൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് തുടച്ചെടുത്താൽ മതി. ഇത്ര കാലമായി നിർത്തിയിട്ട വണ്ടിയാണ്. ജസ്റ്റ് നമ്മൾ സ്ഥിരമായി കഴുകി യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. ഇത്രയൊന്നും പ്രശ്നമില്ല. ജസ്റ്റ് എടുത്ത് അടിച്ച് തുടച്ചെടുത്താൽ മതി. ഇത് വാട്ടർലെസ് ക്ലീനിങ് ആണ്. നമുക്ക് വെള്ളമില്ലെങ്കിലും ഈ പക്ഷി കാഷ്ടിച്ചത് സാധനങ്ങളൊക്കെ തുടച്ചെടുക്കാൻ വേണ്ടി പറ്റും, വെള്ളമില്ലാതെ. പെയിൻറ്റിനകത്ത് യാതൊരു ഡാമേജോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വേറെ നിങ്ങൾക്കിപ്പോൾ ഈ വ്യത്യാസം കറക്റ്റ് മനസ്സിലാവുന്നുണ്ടാവും. ഈ വണ്ടിയുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഈ ഒരു കണ്ടീഷനാണ് ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഡ്രോപ്പ് ടെക്ക് യൂസ് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്തിരിക്കുന്നത്. വണ്ടിയുടെ മൊത്തം കണ്ടീഷൻ ഇങ്ങനെയാണ്. ഇതാണ് നമ്മൾ 200 ml ബോട്ടിൽ വരുന്നത്. ഇതിന് 299 രൂപയാണ് അവൈലബിൾ റേറ്റ് MRP. നിങ്ങൾക്കിത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം, ഓഫ്ലൈൻ ആയിട്ടും ഉണ്ട്. അപ്പോൾ എല്ലാവരും വാങ്ങി ഒന്ന് യൂസ് ചെയ്ത് നോക്കുക.